ഹായ് ഫ്രണ്ട്സ്, PSC അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ടെസ്റ്റ് പേപ്പറാണ്, ഇത് അഞ്ചാമത്തെ ടെസ്റ്റ് പേപ്പറാണ് കേട്ടോ. അഞ്ചാമത്തെ ടെസ്റ്റ് പേപ്പറാണ്. ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു 25 ചോദ്യം ഞാൻ ചോദിക്കും. അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു പേപ്പറും പേനയും എടുത്ത് വെച്ചിട്ട് ഞാൻ ചോദിക്കുമ്പോൾ ആൻസർ എഴുതുക. അവസാനം ഞാനിതിൻ്റെ ആൻസറും ക്വസ്റ്റ്യനും ആൻസറും കൂടെ പറയും. അപ്പോൾ നമ്മളത് ബുദ്ധിയിൽ നമ്മുടെ മറക്കാതെ നിൽക്കും കേട്ടോ. അപ്പോൾ 25 ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഈ കോഴ്സിലൂടെ ഉൾപ്പെടുത്തുന്നത്. ഇത് അഞ്ചാമത്തെ വീഡിയോ ആണ്. ഇതുപോലെ തുടർ ക്ലാസ്സുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. PSCയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, നോട്ടിഫിക്കേഷൻസ്, അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ PSCയുടെ ക്ലാസ്സുകൾ, ഡിഗ്രി ലെവല്, +2 ലെവല്, അതുപോലെ തന്നെ നമ്മുടെ 10ാം ക്ലാസ് പൊതുപരീക്ഷയുടെ എല്ലാ ക്ലാസ്സുകളും ഞാൻ നിങ്ങൾക്ക് എല്ലാ വിഷയത്തിൻ്റെയും അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, എഴുതിക്കോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ഒന്നാമത്തെ എഴുതിക്കേ. വെളിച്ചെണ്ണയുടെ ലായകം എന്താണ്? വെളിച്ചെണ്ണയുടെ ലായകം എന്താണ്? ഓപ്ഷനില്ല. വെളിച്ചെണ്ണയുടെ ലായകം എന്താണ്? 2. സിമൻറ്റ് സെറ്റിംഗ് സമയം ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? അത് രാസപരമായി അറിയുന്ന പേര്. സിമൻറ്റ് സെറ്റിംഗ് സമയം ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? അത് രാസപരമായി അറിയപ്പെടുന്ന പേര് എന്താണ്? രണ്ടാമത്തത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എഴുതിയോ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് എഴുതിക്കോണേ. ഒന്ന് പോസ് ചെയ്യുക, എഴുതിയിട്ട് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കുക. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുള്ള വിഷവാതകം. 3. നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ കോട്ടിംഗ് ആയി ഉപയോഗിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ. നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ കോട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. 4. ഗ്രെയിൻ സ്പിരിറ്റ് എന്നാൽ എന്താണ്? ഗ്രെയിൻ സ്പിരിറ്റ് എന്നാൽ എന്താണ്? എഴുതിയോ? ഗ്രെയിൻ സ്പിരിറ്റ് എന്നാൽ എന്താണ്? 6. വുഡ് സ്പിരിറ്റ് എന്നാൽ ഡാഷ്. വുഡ് സ്പിരിറ്റ് താഴെ പറയുന്നവയിൽ ഏത് എന്ന് ചോദിക്കും. PSC ചോദിച്ചിട്ടുള്ളതാണ്. വുഡ് സ്പിരിറ്റ് എന്നാൽ 6. 7ാമത്തെ ക്വസ്റ്റ്യൻ. ആസ്പിരിൻ എന്നത് രാസപരമായി എന്താണ്? ആസ്പിരിൻ രാസപരമായി. 8. ഹിപ്നോട്ടിസം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡ്. 9ാമത്തെ ക്വസ്റ്റ്യൻ. തക്കാളി, വാഴപ്പഴം, ചോക്ലേറ്റ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. തക്കാളിയിൽ, വാഴപ്പഴത്തിൽ, ചോക്ലേറ്റിൽ, ഇവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? 10ാമത്തത്. ഗ്ലാസിന് പർപ്പിൾ കളർ നൽകുന്ന സംയുക്തം ഏതാണ്? ഗ്ലാസിന് പർപ്പിൾ കളർ നൽകുന്നു ഏത് സംയുക്തം? എത്രയാണ്? ഏതാ? 10ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 11. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? എഴുതിക്കോ. ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയോ? നിങ്ങളുടെ ഓർമ്മയിലൊന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഓപ്ഷനൊക്കെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇതല്ലാതെ തന്നെ ഒന്ന് എഴുതി നോക്കുക. രണ്ടാമത് നമ്മൾ ആ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ബുദ്ധിയിൽ ഉറച്ചോളും കേട്ടോ. പഠിക്കുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. എത്ര മാർക്ക് കിട്ടി? 20, 25, 22 കിട്ടിയാൽ നല്ല മാർക്കാണ് കേട്ടോ. നിങ്ങൾ ഇനിയും ഹാർഡ് വർക്ക് ഇനിയും പഠിച്ചോളുക. അതിൽ കുറഞ്ഞ് കിട്ടിയാൽ 20ൽ കുറഞ്ഞു കിട്ടിയാൽ ഇച്ചിരി കൂടെ കൂടുതൽ പഠിച്ചെടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഗ്ലാസിന് പർപ്പിൾ കളർ നൽകുന്ന സംയുക്തം ഏതാണ്? 10 പറഞ്ഞു. 11 ഞാൻ എന്താ പറഞ്ഞേ? ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ബെൻസോയിക്. അത് പോട്ടെ, ആ ക്വസ്റ്റ്യൻ വിട്ടെ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. 12ാമത്തെ ക്വസ്റ്റ്യൻ. മോർഡൻ്റായി
അതിൻ്റെ ആൻസർ നിങ്ങൾ ആദ്യം എഴുതിയിരുന്നെങ്കിലേ അവർക്ക് മാർക്കിടാം കേട്ടോ. മോർഡൻ്റായി, അതായത് തുണികളിൽ ചായം പിടിക്കാനില്ലേ, മോർഡൻ്റായി ഉപയോഗിക്കുന്നത്, തുണികളിൽ ചായം പിടിപ്പിക്കാൻ, അതായത് തുണികളിൽ ചായം പിടിപ്പിക്കാൻ, കളറൊക്കെ പിടിപ്പിക്കത്തില്ലേ, അതിനുപയോഗിക്കുന്നത് എന്താണ്? മോർഡൻ്റായി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ തുണികളിൽ ചായം പിടിക്കാൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ, അജിനോമോട്ടോ രാസപരമായി അറിയപ്പെടുന്നത്. അജിനോമോട്ടോ രാസപരമായി എന്താണ്? 14, നവസാരം രാസപരമായി. നവസാരം രാസപരമായി എന്താണ്? 15, കുടിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? 16, കൈക്കൂലിക്കാരെ കൊടുക്കാനായിട്ട് വിജിലൻസുകാർ ഉപയോഗിക്കുന്നത് എന്താണ്? കൈക്കൂലിക്കാരെ കൊടുക്കാൻ, നമ്മൾ കൈക്കൂലിയൊക്കെ മേടിക്കുന്നവർ പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? വിജിലൻസുകാർ ഈ സാധനം തേച്ചിട്ട് ഒരു നോട്ട് കൊടുക്കും, ആ നോട്ട് കൈക്കൂലിക്കാർക്ക് കൊടുക്കും. അപ്പോൾ അതിൻ്റെ കളർ എന്താകും? ആ ചുവന്ന കളറൊക്കെ ആകും. അത് വെച്ചാണ് കൊടുക്കുന്നത്. കൈക്കൂലിക്കാരെ കൊടുക്കാൻ വിജിലൻസുകാർ ഉപയോഗിക്കുന്നത് എന്താണ്? 17, അത്ര എഴുതിയോ? 12ാമത്തെ നമ്മൾ പറഞ്ഞു തെറ്റിപ്പോയത്. 11ാമത്തതിന് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ അതിന് ആൻസർ ചോദിക്കുക. 11ൻ്റെ അവിടെ വേറൊരെണ്ണം എഴുതിക്കോ. 11ാമത്തേൻ്റെ അവിടെ വേണമെങ്കിൽ ഞാൻ ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എഴുതിക്കോ. ബ്ലീച്ചിങ് പൗഡർ രാസപരമായി എന്താണ്? 11ാമത്തേൻ്റെ അവിടെ ഒന്നുകൂടെ എഴുതിക്കോ കേട്ടോ. 25 മാർക്ക് തികക്കണ്ടേ? 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. ബ്ലീച്ചിങ് പൗഡർ രാസപരമായി എന്താണ്? 16ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ എഴുതിയല്ലോ. 17 എഴുതിക്കുക. 17ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. എലിവിഷമായി ഉപയോഗിക്കുന്നത് എന്താണ്? 17ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എലിവിഷമായി ഉപയോഗിക്കുന്നത് എന്താണ്? എഴുതിയോ? ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. തുരിശിൻ്റെ രാസനാമം. എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ അതൊക്കെ. തുരിശിൻ്റെ രാസനാമം. സിറിയയിൽ പ്രയോഗിച്ച വിഷവാതകം. പ്രീവിയസ് ആണ്. സിറിയയിൽ പ്രയോഗിച്ച വിഷവാതകം. 19. ടാൽക്ക് രാസപരമായി എങ്ങനെ അറിയപ്പെടുന്നു? ടാൽക്ക് അത് എഴുതി കാണിക്കാം. ടാൽക്കം പൗഡർ എന്ന് പറഞ്ഞില്ലേ? ടാൽക്ക് പൗഡർ. ടാൽക്ക് രാസപരമായി ഏത് പേരിൽ അറിയപ്പെടുന്നു? 20ാമത്തെ ക്വസ്റ്റ്യൻ. 21 ഫിലോസഫേഴ്സ് വൂൾ. തത്വചിന്തകൻ്റെ കമ്പിളി എന്നറിയപ്പെടുന്നത്. ഫിലോസഫേഴ്സ് വൂൾ എന്നറിയപ്പെടുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ. 22 സിഗരറ്റ് ലൈറ്ററുകളിൽ ഉപയോഗിക്കുന്ന വാതകം. സിഗരറ്റ് ഉപയോഗിക്കുന്നത്. 22. 23 പ്ലാസ്റ്റർ ഓഫ് പാരീസ് രാസപരമായി അറിയപ്പെടുന്ന പേര്. 23ാമത്തത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് രാസപരമായി എന്ത് പേരിൽ അറിയപ്പെടുന്നു? 24 ചീഞ്ഞ മുട്ടയുടെ ഗന്ധത്തിന് കാരണമാകുന്ന വാതകം. ചീഞ്ഞ മുട്ടയുടെ ഗന്ധത്തിന് കാരണമാകുന്ന വാതകം എന്താണ്? ആ വാതകത്തിൻ്റെ പേര്? പ്രീവിയസ് ആണത്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധം. 24ാമത്തെ ക്വസ്റ്റ്യൻ. 25ാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മാർബിൾ, പിന്നെ ചോക്ക്, ചുണ്ണാമ്പ് കല്ല്, മുട്ടത്തോട്. ഇതിൻ്റെയൊക്കെ അതായത് ചോക്ക്, ചുണ്ണാമ്പ് കല്ല്, മാർബിള്, മുട്ടത്തോട് ഇതൊക്കെ രാസപരമായി ഏത് പേരിൽ അറിയപ്പെടുന്നു? ചോക്ക്, മാർബിള്, മുട്ടത്തോട്, ചുണ്ണാമ്പ് കല്ല്, പിന്നെ സമുദ്രജീവികളുടെ പുറം തോടുകൾ ഇതൊക്കെ രാസപരമായി ഏത് പേരിൽ അറിയപ്പെടുന്നു? പറഞ്ഞു എഴുതിക്കോ.
ഇപ്പോൾ 25 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. 25 ക്വസ്റ്റ്യനിൽ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ പറയണേ. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഓക്കെ, നമുക്ക് നോക്കാവേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കൂ. വെളിച്ചെണ്ണയുടെ ലായകമാണ് ബെൻസീൻ. ബെൻസീൻ, വെളിച്ചെണ്ണയുടെ ലായകം ബെൻസീൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, സിമെൻറ്റ് സെറ്റിംഗ് സമയം ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്നത് ജിപ്സം. ജിപ്സം എന്ന് മാത്രം എഴുതിയാൽ മാർക്കില്ല, അതിൻ്റെ രാസനാമം കൂടെ എഴുതണം. എന്താ രാസപരമായിട്ട്? കാൽസ്യം സൾഫേറ്റ് ആണ്. ജിപ്സം, കാൽസ്യം സൾഫേറ്റ്, ഇത് രണ്ടും കൂടെ എഴുതിയാൽ മാത്രം മാർക്ക് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. സിമെൻറ്റിൻ്റെ സെറ്റിംഗ് സമയം ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്ന ജിപ്സം, അതിൻ്റെ വേറെ പേര് കാൽസ്യം, രാസപരമായി കാൽസ്യം സൾഫേറ്റ്. കാൽസ്യം സൾഫേറ്റ് ഒക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, മറക്കരുത് കേട്ടോ. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുള്ള വിഷവാതകം ഏതാ? വിഷവാതകം ഡയോക്സിൻ. ഡയോക്സിനാണ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ വിഷവാതകം ഡയോക്സിൻ. നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ കോട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്, അത് എല്ലാവർക്കും അറിയാം. നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ കോട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താ? ടെഫ്ലോൺ ആണ് കേട്ടോ. ടെഫ്ലോൺ. നാലാമത്തെ ആൻസർ ടെഫ്ലോൺ. 5 ഗ്രെയിൻ സ്പിരിറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ. ഗ്രെയിൻ സ്പിരിറ്റ് എന്നറിയുന്നത് എഥനോള് അല്ലെങ്കിൽ ഈഥെയിൽ ആൽക്കഹോൾ. ഗ്രെയിൻ സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? എഥനോൾ അല്ലെങ്കിൽ ഈഥെയിൽ ആൽക്കഹോൾ. വുഡ് സ്പിരിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ വുഡ് സ്പിരിറ്റ് അല്ലേ? വുഡ് സ്പിരിറ്റ് പ്രീവിയസ് ആണ്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് PSC. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെഥനോൾ ആണ്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെഥനോൾ. ആറാമത്തെ എഴുതി. ഏഴാമത്തെ ആൻസർ അസ്പിരിൻ കണ്ടുപിടിച്ചത് ഫെലിക്സ് ഹോഫ്മാൻ ആണ് കേട്ടോ. അസ്പിരിൻ കണ്ടുപിടിച്ചത് ഫെലിക്സ് ഹോഫ്മാൻ ആണ്. അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നാണ് അതിൻ്റെ രാസപരമായ പേരെന്താണ്? അസ്പിരിൻ രാസപരമായി അസറ്റൈൽ സാലിസിലിക് ആസിഡ്. അങ്ങനെ എഴുതിയാൽ മാർക്ക് തരാം. അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ്. ഹിപ്നോട്ടിസം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ബാർബിറ്റ്യൂറിക് ആസിഡ് ആണ്. ഇതൊക്കെ അറിയാൻ മേലാത്തത് നിങ്ങൾ ദയവ് ചെയ്തൊരു ബുക്കിൽ എഴുതി ഇട്ടേക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ഹിപ്നോട്ടിസം ചെയ്യാനായിട്ട് ബാർബിറ്റ്യൂറിക് ആസിഡ് ആണ്. 9ാമത്തെ ആൻസർ തക്കാളി, വാഴപ്പഴം, ചോക്ലേറ്റിലൊക്കെ ഓക്സാലിക് ആസിഡ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഓക്സാലിക് ആസിഡ് ആണ് കേട്ടോ. തക്കാളി, വാഴപ്പഴം, ചോക്ലേറ്റ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് ആണ്. 10 ഗ്ലാസിന് പർപ്പിൾ കളർ നൽകുന്ന സംയുക്തം ഏതാണ്? അത് എല്ലാവരും എഴുതിയിട്ടുണ്ടോ? അത് എഴുതിയവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് ശരിയായിട്ട് എഴുതിയവർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. സൂപ്പറാണ്, അത് എഴുതിയിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ്. ഗ്ലാസിന് പർപ്പിൾ കളർ നൽകുന്ന സംയുക്തം ഏതാണെന്നറിയാവോ? അത് മാംഗനീസ് ഡയോക്സൈഡ് ആണ്. ഗ്ലാസിന് പർപ്പിൾ നിറം നൽകുന്നത് മാംഗനീസ് ഡയോക്സൈഡ് ആണ്. മാംഗനീസ് ഡയോക്സൈഡ് ആണ് ഗ്ലാസിന് പർപ്പിൾ നിറം നൽകുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നവസാരം. നവസാരത്തിൻ്റെ രാസനാമം അമോണിയം ക്ലോറൈഡ് അല്ലേ? 11ാമത്തെ അല്ലേ? 11 അല്ലേ പറയണ്ടേ അല്ലേ? 11ൻ്റെ ആൻസർ ഉണ്ടല്ലോ. അല്ല 14ആണ് അമോണിയം ക്ലോറൈഡ്. എനിക്ക് ഒരു മിനിറ്റ്. ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതിരിക്കാൻ, അതിലെ ആൻസർ ഞാൻ പറഞ്ഞത്. 11ൻ്റെ ആൻസർ ബെൻസോയിക് ആണ് കേട്ടോ. ബെൻസോയിക് ആസിഡാണ്. ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ബെൻസോയിക് ആസിഡ്. ഈ 11ാമത്തേന് ഞാൻ വേറൊരെണ്ണം പറഞ്ഞായിരുന്നല്ലോ, ബ്ലീച്ചിങ് പൗഡർ. അത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ആ മാർക്ക് ഫുള്ള് കിട്ടിയേക്കും. ബ്ലീച്ചിങ് പൗഡർ രാസപരമായി കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് അതും കേട്ടോ. ബ്ലീച്ചിങ് പൗഡർ രാസപരമായി കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്. ഇനി കാൽസ്യം ഓക്സി ക്ലോറൈഡ് എന്ന് കണ്ടാൽ എഴുതിയേക്കാം. കാൽസ്യം ഓക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്. 11. 12ാമത്തത് മോർഡൻ്റായി അതായത് തുണികളിൽ ചായം പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ആലം. തുണികളിൽ ചായം പിടിപ്പിക്കാൻ മോർഡൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ആലം. 13ാമത്തെ ആൻസർ അജിനാമോട്ടോ രാസപരമായി.
മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, അജിനാമോട്ടോ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. 14ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നവസാരം അമോണിയം ക്ലോറൈഡ്. നവസാരത്തിൻ്റെ രാസനാമം അമോണിയം ക്ലോറൈഡ്. 15 കുടിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് കാർബോണിക് ആസിഡ്, സോഡ അല്ലേ. കുടിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡ് അല്ലെങ്കിൽ സോഡ. 16ാമത്തെ ആൻസർ കൈക്കൂലിക്കാരെ കൊടുക്കാൻ വേണ്ടിയിട്ട് വിജിലൻസുകാർ ഉപയോഗിക്കുന്നത് ഫിനോഫ്തലിൻ. കൈക്കൂലിക്കാരെ കൊടുക്കാൻ ഫിനോഫ്തലിനാണ് ഉപയോഗിക്കുന്നത്, ഫിനോഫ്തലിൻ. എലിവിഷം ആയിട്ട് ഉപയോഗിക്കുന്ന സിങ്ക് ഫോസ്ഫൈഡ് ആണ്. എലിവിഷമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? സിങ്ക് ഫോസ്ഫൈഡ്. സിങ്ക് ഫോസ്ഫൈഡ് എഴുതിയെങ്കിൽ ആൻസർ കൊടുക്കാം. തുരിശിൻ്റെ രാസനാമം കോപ്പർ സൾഫേറ്റ്. തുരിശിൻ്റെ രാസനാമം കോപ്പർ സൾഫേറ്റ്. സിറിയയിൽ ഉപയോഗിച്ച വിഷവാതകം സരിൻ. സിറിയയിൽ, അത് പ്രീവിയസ് ആണ്. സിറിയയിൽ ഉപയോഗിച്ച വിഷവാതകം സരിൻ. 20ാമത്തത് ടാൽക്ക് രാസപരമായി, ടാൽക്ക് രാസപരമായി മഗ്നീഷ്യം സിലിക്കേറ്റ്. ടാൽക്ക് രാസപരമായി മഗ്നീഷ്യം സിലിക്കേറ്റ്. 21ാമത്തെ ആൻസർ എന്ന് പറയുന്നത് 21 ഫിലോസഫേഴ്സ് വോൾ, എല്ലാവർക്കും അറിയാവുന്ന പോയിന്റാണ്. തത്വചിന്തകൻ്റെ കമ്പിളി എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡ്. തത്വചിന്തകൻ്റെ കമ്പിളി സിങ്ക് ഓക്സൈഡ്. സിഗരറ്റ് ലൈറ്ററുകൾ ഉപയോഗിക്കുന്നത് ബ്യൂട്ടെയിൻ. സിഗരറ്റ് ലൈറ്ററുകളിൽ ബ്യൂട്ടെയിൻ. പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് രാസപരമായി കാൽസ്യം സൾഫേറ്റ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് രാസപരമായി കാൽസ്യം സൾഫേറ്റ്. പിന്നെ 24ാമത്തെ ക്വസ്റ്റ്യൻ ചീഞ്ഞ മുട്ടയുടെ ഗന്ധത്തിന് കാരണം എന്താ? ചീഞ്ഞ മുട്ടയുടെ ഗന്ധത്തിന് കാരണമായ വാതകം ഹൈഡ്രജൻ സൾഫൈഡ്. ഹൈഡ്രജൻ സൾഫൈഡ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോക്ക ചുണ്ണാമ്പുകളിലെ മാർബിൾ മുട്ടത്തോടൊക്കെ രാസപരമായി കാൽസ്യം കാർബണേറ്റ് ആണ്. സമുദ്രജീവികളുടെ പുറന്തോടുകൾ എന്ന് ചോദിച്ചാലും ആൻസർ കാൽസ്യം. അതിൻ്റെ പുറന്തോട് രാസപരമായി കാൽസ്യം കാർബണേറ്റ്. 25ൽ എത്ര മാർക്ക് കിട്ടി? ഈ എക്സാം കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ തുടർ ക്ലാസ്സുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഈ PSC ക്ലാസ് മാത്രമല്ല കേട്ടോ, ഞാൻ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പാടി, അതുപോലെ തന്നെ മോന് ചെറിയ കമൻട്രി ഒക്കെ പറയാം. അപ്പോൾ അത് ഞാനൊക്കെ ചെറുതായിട്ട് അപ്ലോഡ് ചെയ്യും. നിങ്ങളതൊന്നും കാണണ്ട കേട്ടോ. നിങ്ങൾക്ക് PSCയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കുക, അല്ലാത്തത് വിട്ടേക്കുക കേട്ടോ. അപ്പം അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ഞാൻ ഇടയ്ക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.